നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അതല്ല. നമ്മൾ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ മോശം ശീലങ്ങളാണ് ജീവിതത്തെ പതിയെ തകർക്കുന്നത്. ഇന്ന് 7 ശീലങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ 7 പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് എപ്പോഴും ഒരു കാര്യം മാറ്റി വെക്കുക എന്ന് പറയുന്നത്. അതായത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നാളെ തുടങ്ങാം, തിങ്കളാഴ്ച മുതൽ, അല്ലെങ്കിൽ അടുത്ത മാസം നോക്കാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വാചകം തന്നെയാണ് ഈ ഒരു വാചകം തന്നെയാണ് സ്വപ്നത്തെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് സമയം ഒരിക്കലും വരില്ല. തുടങ്ങുന്ന സമയമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രോക്രാസ്റ്റിനേഷനും കൃത്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫോൺ അമിതമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും നമ്മൾ ഫോൺ നോക്കാൻ പാടില്ല. അത് ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ നോക്കരുത്. നമ്മളെ ശ്രദ്ധയും നമ്മുടെ സമയവും നഷ്ടപ്പെടും. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഫോൺ നോക്കിയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രോട്ടിന് ഫോൺ നോക്കിയിട്ട് അതിന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു ദിവസം 3 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചാൽ ഒരു വർഷം തന്നെ 1000 മണിക്കൂറായി. എന്നുവെച്ചാൽ ഉപയോഗിക്കേണ്ടതല്ല പറയുന്നത്, നമുക്ക് ഉപയോഗിക്കേണ്ടത് വരും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അതൊരു മോശം ശീലത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അവിടെ നല്ല ജോലിയുണ്ട്, അല്ലെ അവർക്ക് കൂടുതൽ മാർക്കുണ്ട്, ഓക്കെ, അവർക്ക് നല്ല ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആ താരതമ്യം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ചിന്ത. അതായത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ തോൽക്കും, എനിക്ക് ഭാഗ്യമില്ല, ഇങ്ങനെ ദിവസവും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായി സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, 5ാമത്തെ കാര്യമാണ് പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. അതായത് സ്കൂള് മാത്രമല്ല പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോളേജ് മാത്രമല്ല പഠനം എന്ന് പറയുന്നത്, ജീവിതം മൊത്തം നമുക്ക് പഠനം തന്നെയാണ്. ഓക്കെ, പുതിയ അറിവ് നേടുവാനായിട്ട് ദിവസം 20 മിനിറ്റ് എങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് ഡെയിലി അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി 6ാമത്തെ കാര്യമാണ് ആരോഗ്യത്തെ അവഗണിക്കുക. അതായത് ഉറക്കം കുറയ്ക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റെല്ലാ വിഷയത്തിലും നമ്മൾ ഒരു കാര്യമില്ലാത്ത രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി 7ാമത്തെ കാര്യമാണ് ലക്ഷ്യമില്ലാതെ ജീവിക്കുക. അതായത് നമ്മൾ ഒരു ദിശയില്ലാത്ത കപ്പൽ പോലെ ഇങ്ങനെ പോവാം. എവിടേക്കാണ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാതെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണല്ലോ ലക്ഷ്യമില്ലാതെ. ഒരു വഞ്ചി നമ്മൾ തുഴഞ്ഞു പോകുമ്പോൾ വഞ്ചി കൃത്യമായിട്ട് ലക്ഷ്യം ആ വഞ്ചിക്കില്ലെങ്കിൽ, തുഴഞ്ഞു പോകുന്ന ആൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ കൃത്യമായിട്ട് എവിടെ നിന്ന് അവസാനിക്കും അല്ലേ? അതുപോലെ ആവരുത് ജീവിതം എന്നുള്ളത്. അപ്പോൾ 7 കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാടുള്ള ഉപകാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ശീലം നമ്മളെപ്പോഴും ഉണ്ടാക്കിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നല്ല ശീലങ്ങൾ, നമ്മൾ 7 ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. ഒന്നുണ്ടായാൽ പോലും ഉപേക്ഷിക്കാം. 7 ഇല്ലാഞ്ഞിട്ട് ഉപേക്ഷിക്കാതിരിക്കരുത്. ഉപേക്ഷിക്കേണ്ടത് ചെയ്യാം. ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ബെനിഫിറ്റ് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളല്ല, നിങ്ങളുടെ ദിവസേനയുള്ള ശീലങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മലയാളം മോട്ടിവേഷൻ വീഡിയോകൾക്കായിട്ടും അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്ത് വീഡിയോകൾക്കായിട്ടും അതുപോലെ തന്നെ സൈക്കോളജി പ്രാക്ടീസ് വീഡിയോകൾക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.